പാടില്ല. അക്രമം ചെയ്തവരിലേക്ക് നിങ്ങളുടെ മനസ്സ് ചായാൻ പാടില്ല. ഈ ആയത്തിന് ഞാൻ പറയുന്ന തഫ്സീറല്ല, ജലാലൈനി പറയുന്ന തഫ്സീർ തമീലു. നിങ്ങൾ ചായാൻ പാടില്ല. ഇലല്ലദീന ളലമു, അക്രമം ചെയ്തവരിലേക്ക്, ബിമവാദത്തിനോ ഉദാഹരണത്തിൽ ഔരിദം ബിഅമാലിഹിം, ഒരിക്കലും തന്നെ അക്രമം ചെയ്ത ആളുകളിലേക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കാൻ പാടില്ല. അക്രമികളെ സ്നേഹിക്കാൻ പാടില്ല. അവരെ സോപ്പിടാൻ പാടില്ല. അവരുടെ പ്രവർത്തനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്താൻ പാടില്ല. അപ്പൊ നിങ്ങളെയും നരകം സ്പർശിക്കും. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. സുമ്മ ലാ തുൻസറൂൻ, പിന്നെ നിങ്ങൾക്ക് സഹായം കിട്ടൂല കേട്ടോ. അല്ലാഹുവിന്റെ സഹായമില്ലെങ്കിൽ പിന്നെ ഒരു സഹായവും കിട്ടൂല കേട്ടോ. അതുകൊണ്ട് പറയട്ടെ, SSFന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, നമ്മൾ വേർതിരിയുന്നതെവിടെയാണ്? നമുക്കൊരിക്കലും തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ അംഗീകരിക്കാൻ കഴിയൂല, അവരെ സ്നേഹിക്കാൻ കഴിയൂല. അല്ലാഹ് പറഞ്ഞതാണ്, അക്രമം ചെയ്തവരെ നിങ്ങൾ സോപ്പിടാനോ ബഹുമാനിക്കാനോ ആദരിക്കാനോ അവരിലേക്ക് നിങ്ങളെ മനസ്സ് നീങ്ങാനോ പാടില്ല. അപ്പൊ നിങ്ങളെ നരകം പിടികൂടാം, നിങ്ങൾ നരകത്തിൽ കടന്നു പോകും. ഇതെന്താണെന്നറിയോ? നിങ്ങൾ ഇത് ഒറ്റ ഒരു ഉദാഹരണം ഞാൻ പറയുന്നു. ഞാൻ ഒതായിൽ വെച്ച് വായിച്ചതാണിത്. ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ. അതേ, ഇന്നലെ ജീവൻ പോലെ പി അബ്ദുൽ ഖാദിർ മൗലവിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന അൽമനാർ. ഇതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കൂ. പുത്തൻവാദിയേക്കാൾ വലിയ അക്രമം ചെയ്തവർ ലോകത്താരാണ്? ഇതിൽ പറയുന്നത് എന്താണ്? അതേ മഹാനായ കണ്യത്ത് ഉസ്താദ്, ഉസ്താദും ഉസ്താദും ഉള്ള ആളെന്നെങ്കിലും അല്ലാഹു തആല അവരിൽ വഫാത്തായവർക്കൊക്കെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഖബറുൽ ഉസ്താദിന് അല്ലാഹു തആല ധാരാളം ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അവര് പിഴച്ചു എന്നല്ല പറയുന്നത്, ഇമാമിങ്ങൾ പിഴച്ചു എന്നല്ല പറയുന്നത്, സഹാബത്ത് പിഴച്ചു എന്നല്ല പറയുന്നത്. അതൊക്കെ അവർ സാധാരണ പറയുന്നതാണ്. ഇപ്പോൾ മുജാഹിദ് പറയുന്ന റസൂലുള്ളാഹി പിഴച്ചു, നബിതങ്ങൾ പിഴച്ചു എന്നാണ് പറയുന്നത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. നബിതങ്ങൾ പിഴച്ചിട്ടുണ്ട് പോൽ അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ട് പോൽ. ഇതെഴുതുന്നത് യഹൂദിയല്ല, ജൂതനല്ല. ഇതെഴുതുന്നത് നസ്രാനിയല്ല. ഇതെഴുതുന്നത് RSSകാരനല്ല. ഇതെഴുതുന്നത് കമ്മ്യൂണിസ്റ്റുകാരനല്ല, യുക്തിവാദിയല്ല. ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന പുത്തൻമാനിയാണ്. അല്ലാഹുവിന്റെ റസൂല് പിഴച്ചു എന്ന് എഴുതുന്നത്. അല്ലാഹു ഖുർആനിൽ പറയുന്നത്, വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുകും വമാ ഹവാ. അതേ സത്യം പറയുന്നത് മുഹമ്മദ് നബി തങ്ങൾ ഒരു വിഷയത്തിലും പിഴച്ചിട്ടില്ല. അല്ലാഹു പറയുന്നത് പിഴച്ചിട്ടില്ല. പുത്തൻവാദി പറയുന്നത് എനിക്ക് പിഴച്ചിട്ടുണ്ട്. ഈ പുത്തൻവാദിയെ ബഹുമാനിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റുമോ? ولا تركنوا إلى الذين ظلموا فتمسكم النار. അക്രമം ചെയ്ത ഇത്തരം കക്ഷികളെ നിങ്ങൾ ബഹുമാനിക്കാൻ പോയാൽ
അവരെ നിങ്ങൾ സോപ്പിടാൻ പോയാൽ, സ്നേഹിക്കാൻ പോയാൽ നിങ്ങളെ നരകം പിടികൂടുമെന്ന് ഖുർആൻ. അതുകൊണ്ട് സുന്നത്ത്